നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളേവരെയും അതീവ ദുഃഖത്തിലാഴ്ത്തി ഒരു ദാരുണമായ വാർത്ത. ഒമാനിൽ മരുഭൂമിയിൽ കുടുങ്ങിയ 2 തമിഴ്നാട് സ്വദേശികൾക്ക് ദാരുണാന്ത്യം. തിരുനെൽവേലി സ്വദേശി സയ്യിദ് മുഹമ്മദ് അമീസ് സിക്കന്ദർ, ട്രിച്ചി രാധാനെല്ലൂർ സ്വദേശി ഗണേഷ് വർദ്ധാൻ എന്നിവരെയാണ് കാണാതായി 4-ാം ദിവസം ഒബാറിന് സമീപമുള്ള ഫസദിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരുഭൂമിയിൽ തൊഴിലാവശ്യങ്ങൾക്കായി പോയവരാണ് ഇത്തരത്തിൽ മരിച്ചത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ മണലിൽ താഴ്ന്നാണ് അപകടമുണ്ടായത്. മരുഭൂമിയിൽ കുടുങ്ങിയ ഇവർ കനത്ത ചൂടിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരണപ്പെടുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ജൂൺ 28-നായിരുന്നു തുറൈത്തിന് പടിഞ്ഞാറ് ഒമാന്റെ ബോർഡർ ഭാഗമായ ഒബാറിലേക്ക് സർവേ ജോലിക്കായി ഇവർ പോയത്. പിന്നീട് ഇവരെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ഇവർ സഞ്ചരിച്ച നിസാൻ പെട്രോൾ വാഹനത്തിന്റെ ടയർ മണലിൽ താഴ്ന്നു പോകുകയാണ് ചെയ്തത്. വാഹനത്തിന് കുറച്ചകലെ മാറിയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വെഹിക്കിൾ മോണിറ്ററിംഗ് സിസ്റ്റം സിഗ്നൽ കാണാതിരിക്കുന്നത് കൊണ്ട് ഇവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കമ്പനി അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. പോലീസിൽ പരാതി നൽകിയ ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. എയർലിഫ്റ്റ് ചെയ്ത മൃതദേഹങ്ങൾ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വാർത്ത ഏറെ നൊമ്പരപ്പെടുത്തിയിരിക്കുകയാണ് പ്രവാസികളെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.